കരകൗശല നിർമ്മിതിയിൽ ഒറിജിനലിനെ വെല്ലുന്ന രൂപമാതൃകകളുമായി മണലൂർ സ്വദേശി അജു വേറിട്ട അനുഭവം പകരുന്നു. ഒരാളെപ്പോലെ 7 പേർ ഉണ്ടെന്നാണ് പറയാറുള്ളത്. ചാർലി ചാപ്ലിനെ പോലുള്ളവരെ കണ്ടെത്താൻ നടത്തിയ മത്സരത്തിൽ യഥാർത്ഥ ചാപ്ലിന് 4ാം സ്ഥാനമാണ് ലഭിച്ചത്. ഇതേ അനുഭവം പകർന്നു തരുന്നവയാണ് മണലൂർ സ്വദേശിയാണ് അജുവിൻ്റെ രൂപകൽപ്പനകൾ. തീർത്തും വേറിട്ട നിരവധി രൂപമാതൃകകളാണ് അജു നിർമ്മിച്ചിട്ടുള്ളത്. ഇവയിൽ ശബരിമല സന്നിധാനം, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട, പാറേമക്കാവ് ക്ഷേത്രനട, പാലക്കാടൻ ഗ്രാമം, കടപ്പുറത്തിൻ്റെ ദൃശ്യം, ഗ്രാമീണ ഭംഗികൾ എന്നുവേണ്ട വാഴയിലയിൽ തയ്യാറാക്കിയ പപ്പടം കാച്ചിയത് ഉൾപ്പെടെയുള്ള സദ്യവട്ടങ്ങളും കണിവെള്ളരിയും തൂക്കുവിളക്കും ബസ്സും വരെ അജുവിൻ്റെ നിർമ്മിതി ശേഖരത്തിൽ ഉൾപ്പെടുന്നു. പുറമെ തൃശൂർ ഗുരുവായൂർ റൂട്ടിലോടിയിരുന്ന ശ്രീകൃഷ്ണ ബസിൻ്റെ അതേ മാതൃകയും അംബാസിഡർ കാർ, ട്രാവലർ, ഓട്ടോറിക്ഷ എന്നിവയുടെ മാതൃകകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. നാൽപ്പതുകാരനായ അജു വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ജോലി സമയങ്ങളിലെ ഇടവേളകളിൽ ഫോറക്സ് പേപ്പർ, സ്ക്രബ്സ് എന്നിവ ഉപയോഗിച്ചാണ് ഇവയുടെ രൂപകൽപ്പനകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ നിർമ്മിതികളും ഓരോ പ്ലേറ്റുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിലെ പനകളും വീടുകളും കൗതുകം ജനിപ്പിക്കുന്നവയാണ്. കുടമാറ്റം നടക്കുന്ന തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിലെ ഇറക്കവും സമീപം നിലകൊള്ളുന്ന ഉണങ്ങിയ മരം പോലും അതേ മികവിൽ അജു രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ വണ്ടികളാണ് കൂടുതൽ ചെയ്തിരുന്നത്. വണ്ടികളുടെയാണ് ക്രേസ് ആയിരുന്നത്. അപ്പോൾ വണ്ടികളാണ് കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും വണ്ടികൾ ചെയ്യുന്ന ആളുകളായ കാരണം നമ്മൾ അതിനോട് അത്ര അങ്ങോട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും വണ്ടികളെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മളൊരു പുതിയതായിട്ടൊരു ബേസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഈ കിണ്ണത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കിണ്ണത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. കിണ്ണത്തിൽ അങ്ങനെ ആരും, കുപ്പിയിലൊക്കെ ഓരോരുത്തർ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കിണ്ണത്തിൽ അങ്ങനെ ആരും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും പല സൈറ്റിലും ചെക്ക് ചെയ്തിട്ടുള്ളത് കിണ്ണത്തിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ കിണ്ണത്തിൽ തൃശ്ശൂരുള്ള മെയിനായിട്ടുള്ള വടക്കുന്നാഥനും പാറേമക്കാവും ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ശബരിമല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അധികാരം ചെയ്യാത്തൊരു സാധനമാണല്ലോ. അത്രയും വളരെ ചെറുതാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. വലിയ മോഡൽസ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ചെറുതാക്കി ചെയ്യണത് അപൂർവമായിരിക്കും ചെറുതായിട്ട് ചെയ്തത്. പിന്നെ അത് വർക്ക് ചെയ്തിട്ടുള്ളത് ഫോറക്സ് എന്ന് പറഞ്ഞ ഷീറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫോറക്സ് അത് ഇവിടെ അവൈലബിൾ ആണ്, തൃശ്ശൂരൊക്കെ അവൈലബിൾ ആണ്. സാധാരണ അത് ഈ നെയിം ബോർഡിനൊക്കെയാണ് ഫോറക്സ് ഉപയോഗിക്കാറ്. അത് 1 മില്ലി, 2 മില്ലി, 3 മില്ലി സൈസിലുള്ള ഫോറക്സ് ഉണ്ട്. അത് പിന്നെ ഞാനിത് ചെയ്തിട്ടുള്ളതൊന്നും ഇവിടെ ചെയ്തിട്ടുള്ളതല്ല. അതൊക്കെ അവിടെ റൂമിൽ ഒഴിവ് സമയങ്ങളിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇവിടെ എന്നിട്ട് ഞാൻ വരുമ്പോൾ എല്ലാതും കൊണ്ടുവരാറ് പതിവ്. ഇവിടെ ചെയ്തിട്ടുള്ള വർക്കുകളല്ല തോന്നുന്നു. വർക്കുകളൊന്നും ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഏജ് ആകുമ്പോൾ, നമുക്കൊക്കെ നല്ലൊരു വയസ്സാകുമ്പോൾ നമുക്കിതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മുടെ മക്കൾക്കായാലും പറയാമല്ലോ. അത് കാരണം പുറത്ത് കൊടുത്തില്ല. നമ്മളിപ്പോൾ വേറൊരാളുടെ എൻ്റെ ഒരു വർക്ക് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കാളും നല്ലത് എൻ്റെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയണതല്ലേ നല്ലത്. അതായത് പുറത്തായിരിക്കും. ഇതിലെങ്ങനെ താല്പര്യം വന്നു? കുട്ടികളുമൊക്കെ എങ്ങനെ ആർട്ട് വർക്കുകൾ താല്പര്യമുണ്ടോ? അങ്ങനെ പഠിച്ചതാണോ, സ്വയം പഠിച്ചതാണോ, ആരെങ്കിലും ഇല്ല, ഞാനിത് ചെറുപ്പം മുതലേ ഇങ്ങനെ ചെറിയ വർക്കുകൾ ചെയ്യാറുണ്ട്. പിന്നെ വലുതായപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഷാർജയിൽ ആർട്ടിസ്റ്റിക് എന്ന കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. അവിടെയും ഇതുപോലത്തെ ഒരു മോഡൽ മേക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് കിട്ടി തുടങ്ങിയത്. ഇവിടെ നമുക്ക് അത്ര വലിയ ഐഡിയകളൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്തിരുന്നാൽ പോലും അത്ര വലിയ ഐഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവിടെ പോയപ്പോഴാണ് പഠിച്ചത്. ഈ പ്ലേറ്റിലുണ്ടാക്കുന്ന മൂവബിള് മൂവ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ? എന്താണ് പ്ലേറ്റിൽ അങ്ങനെയില്ല. നമ്മൾ ഇപ്പോൾ പാറേമക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഫൗണ്ടല്ലേ, വലിയൊരു ബേസിൽ നിൽക്കുന്ന സ്ഥലമാണ് പാറേമക്കാവ്. ആ പാറേമക്കാവിനെ നമ്മളൊരു കിണ്ണത്തിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ
അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയും വലിയൊരു പ്രൊജക്റ്റ് നമ്മളൊരു കിണ്ണത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു ടാസ്ക്കാണ് സത്യത്തിൽ. പാറമേക്കാവ് ഭഗവതി ക്ഷേത്ര നടയുടെ ദൃശ്യഭംഗിയും മികവോടെ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ശബരിമല സന്നിധാനത്തിൻ്റെ രൂപകൽപ്പനയിൽ ശ്രീകോവിലിൽ ഇരിക്കുന്ന ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും കൊടിമരവും 18 പടികളും നയനമനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടപ്പുറത്തിൻ്റെ ദൃശ്യങ്ങളിൽ ലൈറ്റ് ഹൗസും പള്ളിയും കടലുമെല്ലാം യഥാതഥമായി തന്നെ ഒരുക്കിയിരിക്കുന്നു. തൂക്കുവിളക്ക്, കണിവെള്ളരി, വാഴയിലയിലെ കാച്ചിയ പപ്പടം ഉൾപ്പെടെയുള്ള സദ്യവട്ടങ്ങൾ മുതലായവയും കാഴ്ചക്കാരിൽ വേറിട്ട അനുഭവം പകരുന്നു. വിപണനത്തിനു വേണ്ടിയല്ലാതെ തീർത്തും കൗതുകം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ഇവയുടെ നിർമ്മാണത്തിൽ തൽപരനായതെന്നാണ് അജു പറയുന്നത്.